ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ചില പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനെക്കുറിച്ച് ചില വ്യക്തികൾ ആലോചന ചോദിച്ചിരുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് കർത്താവ് നൽകിയ കഴിവുകൾ അതോരോ താലന്തുകളാണ്. അത് വേണ്ടും വിധം ഉപയോഗിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും. അലസരെയും മടിയന്മാരെയുമാണ് ദൈവം ഇഷ്ടപ്പെടാത്തത്. അതിനാൽ എല്ലാവർക്കും കർത്താവ് നൽകിയ താലന്തുകളെ, അവരവരുടേതായ പ്രത്യേക കഴിവുകളെ, അത് ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി നിങ്ങൾ അതൊരു പുതിയ സംരംഭമായി, ഒരു പുതിയ ജോലിയായി, ഒരു പുതിയ കാര്യത്തിന്, ഒരു പുതിയ നല്ല കാര്യത്തിന് അത് ഉപയോഗിക്കും എങ്കിൽ കർത്താവിന് അത് ഏറ്റവും പ്രീതികരമാണ്. അതിനാൽ നിങ്ങൾ തുടങ്ങാനിരിക്കുന്ന സംരംഭം ഇനി വൈകിക്കാതെ എത്രയും വേഗം തുടങ്ങുക. കർത്താവാണ് നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെയ്തു തരും. അവിടുന്ന് നിങ്ങളുടെ മേൽ കരുണ ചൊരിയും. അവിടുന്ന് നിങ്ങളുടെ പ്രവൃത്തികളെ ഫലമണിയിക്കും. അതിനാൽ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാനത് ചെയ്താൽ വിജയിക്കുമോ എന്ന് ഓർത്ത് ചിലരുണ്ട്. എന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഇനി വൈകിക്കാതെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക. കർത്താവായ ദൈവത്തിൻ്റെ ശക്തമായ കരം നിങ്ങളെ നയിക്കും. അതിനാൽ ഭാരപ്പെടരുത്. പരാജയപ്പെടുമോ എന്ന ഭയം വേണ്ട. പരാജയപ്പെട്ടാലും അത് വിജയത്തിലേക്കുള്ള ഒരു വലിയ വഴി തുറക്കാൻ കർത്താവ് തന്നെ ഇടവരുത്തും. ഓരോ പരാജയങ്ങളും ഓരോ അനുഭവമാണ്. വിജയത്തിലേക്ക് പോകുന്നവർക്കുള്ള ഓരോ അനുഭവമാണ് പരാജയം. അതിനാൽ പരാജയത്തെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടരുത്. വിജയം നിങ്ങളോട് കൂടെയുണ്ട്. കർത്താവാണ് വിജയം നൽകുന്നവൻ. വിജയം കർത്താവിൽ നിന്നും വരുന്നു എന്ന് നെഹെമ്യാ പ്രവാചകനിലൂടെ എഴുതപ്പെട്ടിരിക്കുന്നു. അതിനാൽ വിജയം നൽകുന്നവൻ കർത്താവാണ്. നിങ്ങൾക്ക് അവിടുന്ന് എല്ലാ കഴിവുകളും നൽകിയിട്ടുണ്ട്. അതിനാൽ നിങ്ങൾ ഈ കഴിവുകളെ അത് സമ്പത്താക്കി മാറ്റുക. നിങ്ങളുടെ ബുദ്ധിയെ അത് കുടുംബത്തിനും മറ്റുള്ളവർക്കും അനുഗ്രഹപ്രദമായ കാര്യങ്ങൾ ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. അതിനാൽ നിങ്ങൾ തുടങ്ങാൻ പോകുന്ന സംരംഭങ്ങളെ ഇനി വൈകിക്കാതെ എത്രയും വേഗം തുടങ്ങാനാണ് കർത്താവ് അരുളി ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ എല്ലാവരുടെ നിയോഗങ്ങളെ, ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ നിങ്ങൾ എല്ലാവിധ പിന്തുണയും നൽകി, സഹായം നൽകി, അവരോടൊപ്പം നിങ്ങൾ കൂടെ നിൽക്കുക. തീർച്ചയായും കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 90, 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിച്ചുല്ലസിക്കട്ടെ. അവിടുന്ന് ഞങ്ങളെ പീഡിപ്പിച്ചിടത്തോളം ദിവസങ്ങളും ഞങ്ങൾ ദുരിതമനുഭവിച്ചിടത്തോളം വർഷങ്ങളും സന്തോഷിക്കാൻ ഞങ്ങൾക്കിടയാക്കണമേ. അങ്ങയുടെ ദാസർക്ക് അങ്ങയുടെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് അങ്ങയുടെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. ഞങ്ങളുടെ പ്രവൃത്തികളെ ഫലമണിയിക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കണമേ. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് അനേകം താലന്തുകളെ നൽകിയ ദൈവമേ, ഞങ്ങൾക്ക് അനേകം കഴിവുകളെ, വ്യത്യസ്തമായ കഴിവുകളെ, ഞങ്ങൾക്ക് മാത്രമായുള്ള പ്രത്യേകം കഴിവുകളെ നൽകിയ ദൈവമേ, ഇന്ന് ഈ കഴിവുകളെ അതെല്ലാം സമ്പത്താക്കി മാറ്റാൻ, അനുഗ്രഹമാക്കി മാറ്റാൻ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും സമൂഹത്തിനും ഉയർച്ച നൽകുന്ന ഏതെങ്കിലും സംരംഭമായി മാറ്റാൻ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങ് ജോഷുവായോട് പറഞ്ഞതുപോലെ, ഞാൻ നിനക്ക് മുൻപേ പോകും, ഞാൻ നിൻ്റെ പദ്ധതികളെ പൂവണിയിക്കും, നീ ഭയപ്പെടാതെ മുൻപോട്ട് പോകുക, ഞാൻ
നിന്നെ സഹായിക്കും, ഞാൻ നിനക്ക് വിജയം നൽകും എന്നരുളി ചെയ്ത കർത്താവേ, ഇന്ന് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നീ അവരോടൊപ്പമുണ്ടാകണമേ, നീ അവരെ അനുഗ്രഹിക്കണമേ. ഏതെങ്കിലും കുറവുകൾ എവിടെയെങ്കിലും ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട് എങ്കിൽ അതും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി എല്ലാ മേഖലകളും ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് കീഴിൽ സമർപ്പിച്ച്, കർത്താവേ, ഇവർ തുടങ്ങുന്ന പുതിയ സംരംഭങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഇവരുടെ പ്രയത്നങ്ങളെ നീ അഭിഷേകം ചെയ്ത് അത് 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ സംരംഭങ്ങൾ ഏറ്റവും ഉചിതമായി ഉന്നത നിലയിൽ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ബുദ്ധിയും ശക്തിയും വിവേകവും വിജ്ഞാനവും ശാന്തതയും എളിമയും നൽകി, ക്ഷമ നൽകി, താല്പര്യം നൽകി, ജോലി ചെയ്യാനുള്ള ശുഷ്കാന്തി നൽകി, ശക്തി നൽകി, ആരോഗ്യം നൽകി, ദൈവം ഇഷ്ടപ്പെടുന്ന തന്ത്രങ്ങളെ നൽകി ഈ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് നിന്റെ സഹായം ആവശ്യമായ എല്ലാവരുടെ മേൽ നീ കരുണ തോന്നണമേ. കർത്താവേ, ഈ പ്രഭാതത്തിൽ ആരൊക്കെ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു അവരുടെ എല്ലാം താങ്ങായി, തണലായി, സഹായമായി, അഭയമായി, സങ്കേതമായി ദൈവമേ, നീ അവരോട് കൂടെയുണ്ടാകണമേ. നിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാക്കണമേ. പ്രതികൂലമായ സാഹചര്യങ്ങളെ എല്ലാം ഞങ്ങൾക്ക് അനുകൂലമാക്കാൻ നീ ഞങ്ങളോടൊപ്പമുണ്ടാകണമേ. കർത്താവേ, ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ, ഞങ്ങൾ പോകുന്ന ഗവൺമെൻറ് ഓഫീസുകളിൽ, മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ, ഞങ്ങൾ സംസാരിക്കുന്ന വ്യക്തികളിൽ ഇന്ന് ദൈവം ഇടപെട്ട് ഞങ്ങൾക്കെല്ലാം അനുകൂലമായ നടപടികൾ ഉണ്ടാകുന്നതിന്, ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകുന്നതിന് എൻ്റെ കർത്താവേ, നീ ഞങ്ങൾക്ക് തുണയായിരിക്കണമേ, കൂട്ടായിരിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് അപ്രാപ്യമായ മേഖലകളെ അവിടുന്ന് കാണിച്ചു തന്ന് ഞങ്ങൾക്കെല്ലാം ശക്തി നൽകി, കൃപ നൽകി, മുന്നോട്ട് പോകാനുള്ള അഭിഷേകം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉദ്ധിതനായ ദൈവമേ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, ഉദ്ധാനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ തളർന്നു വീഴാൻ നീ അനുവദിക്കരുതേ. ഞങ്ങളുടെ ക്ഷീണവും തളർച്ചയും എല്ലാം മാറ്റി, അസ്വസ്ഥതകൾ മാറ്റി, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ, ഈ ലോകത്തിൽ പുതിയ നന്മകളെ ലോകം കാണാൻ, അത് ഞങ്ങളിലൂടെ ചെയ്യാൻ കർത്താവെ നീ അനുവദിക്കണമേ. കർത്താവെ, നീ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും 100 മേനി ഫലം കായ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂടെയിരിക്കണമേ. പുതിയ പ്രചോദനം നൽകി, പുതിയ വിജ്ഞാനം നൽകി എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ള ശക്തി തരണമേ. കർത്താവെ, അങ്ങ് പൂർവ്വൗസേപ്പിൻ്റെ കൂടെ ഉണ്ടായിരുന്നതിനാൽ പൂർവ്വൗസേപ്പ് ചെയ്തതെല്ലാം വിജയത്തിലെത്തി. ദൈവമേ, ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള പരാജയങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്നു എങ്കിൽ, ഏതെങ്കിലും മേഖലയിൽ ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണ് എന്ന ഒരു ബോധ്യം നൽകി ആ മേഖല കർത്താവിൻ്റെ കൃപയാൽ വിശുദ്ധീകരിച്ച്, കർത്താവിൻ്റെ സഹായം തേടി, കർത്താവിനോട് മാപ്പ് ചോദിച്ച് വീണ്ടും കർത്താവിനോടൊപ്പമുള്ള ഞങ്ങളുടെ യാത്ര തുടരാൻ ഞങ്ങളെ സഹായിക്കണമേ. എന്തെന്നാൽ ദൈവം കൂടെയുള്ളവർക്ക് വിജയം എപ്പോഴും കൂടെയുണ്ടാകും. ദൈവം കൂടെയുള്ളവർക്ക് അഭിവൃദ്ധി എപ്പോഴും കൂടെയുണ്ടാകും. അവർ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ അഭിഷേകമുണ്ടാകും, വിജയമുണ്ടാകും. അതിനാൽ നഷ്ടങ്ങൾ, പരാജയങ്ങൾ അവരെ തൊടുകയില്ല. എന്തെന്നാൽ അവരെല്ലാ കാര്യങ്ങളിലും ദൈവത്തോട് ആലോചന ചോദിച്ചായിരിക്കും. അതിനാൽ ദൈവമേ, ഇന്നത്തെ ദിവസം നിന്നോട് ആലോചന ചോദിച്ച് ചെയ്യുന്നതിനും, നിൻ്റെ ഹിതപ്രകാരം ഞങ്ങൾക്ക് വ്യക്തിപരമായ ജീവിതം, കുടുംബപരമായ ജീവിതം, നിൻ്റെ ഹിതപ്രകാരമുള്ള ഒരു ജീവിതം നൽകണമേ. നിനക്ക് നല്ലതെന്ന് തോന്നുന്നത് മാത്രം ഞങ്ങൾക്കും നല്ലതെന്ന് തോന്നട്ടെ. നിനക്ക് ചീത്തയെന്ന് തോന്നുന്നത് ഞങ്ങൾക്കും ചീത്തയായി തോന്നിപ്പിക്കുവാനും അതിനെ ഉപേക്ഷിക്കുവാനുമുള്ള കരുത്ത് ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, നിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ നിൻ്റെ പരിശുദ്ധാത്മാവ്
മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ദൈവമേ, ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന, ഈ പ്രാർത്ഥന ഷെയർ ചെയ്യുന്ന, ഈ പ്രാർത്ഥന എത്തുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും പ്രത്യേകമായി പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. ഒരു പുത്തൻ അഭിഷേകം ഇന്ന് ഈ പ്രാർത്ഥനയോടൊപ്പം ഇത് കേൾക്കുന്ന എല്ലാവരിലേക്കും നീ അയക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, കരുണ തോന്നണമേ, സംരക്ഷിക്കണമേ. വിദൂരത്തും വിദേശത്തായിരിക്കുന്നവർക്ക് പ്രത്യേക സംരക്ഷണം നൽകണമേ. യുദ്ധഭീഷണിയിൽ നിന്നും, വേദനയിൽ നിന്നും, നിസ്സഹായതയിൽ നിന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നീ രക്ഷിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുകൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ലോകം മുഴുവനും ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും സ്നേഹവും നിറയാൻ, ഐക്യതയുണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തെ നീ സംരക്ഷിക്കണമേ. ഞങ്ങൾ പുതിയ സംരംഭങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ എല്ലാവിധ തടസ്സങ്ങളെയും അതിജീവിക്കാനുള്ള ദൈവത്തിൻ്റെ കരുത്ത് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നെല്ലാ മേഖലകളും ഞങ്ങൾക്ക് അനുകൂലമായിരിക്കാൻ കർത്താവേ, നീ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ആരൊക്കെ സഹായിക്കുന്നുവോ, ഏതൊക്കെ തരത്തിൽ ഞങ്ങൾക്ക് സഹായം ലഭിക്കുന്നുവോ, അവർക്കെല്ലാം നീ ഇരട്ടി സഹായം നൽകി അവരെ എല്ലാം നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് ഒരു വലിയ അത്ഭുതം കാണുവാൻ, ഈ പ്രാർത്ഥനയിലൂടെ കർത്താവിൻ്റെ വലിയ ഇടപെടൽ കാണാൻ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവ്വമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഈ പ്രാർത്ഥനയിലൂടെ കർത്താവിൻ്റെ വലിയ കൃപാകടാക്ഷങ്ങൾ, അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കാൻ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും അവിടുന്ന് സാധിച്ചു തരട്ടെ. അവിടുന്ന് നിൻ്റെ ഉദ്യമങ്ങളെ ഫലമണിയിക്കട്ടെ. നിൻ്റെ പോക്കിലും വരവിലുമെല്ലാം കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണവും അനുഗ്രഹവും ഉണ്ടാകട്ടെ. ഇന്ന് നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിനക്ക് അനുകൂലമായ വിധിയുണ്ടാകട്ടെ, വിജയമുണ്ടാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ. വേദനയിലും വിഷമങ്ങളിലും സ്വന്തം കഴിവിൽ സംശയമുള്ളവരിലേക്കും ഈ പ്രാർത്ഥന നിങ്ങൾ അയച്ചു കൊടുക്കാൻ മറക്കരുത്. കർത്താവ് നിങ്ങളെ പൂർണ്ണമായും അനുഗ്രഹിക്കും. ആമേൻ.